ബംഗ്ലാദേശ് വിമോചന യുദ്ധ വിജയ ദിനത്തിൽ രക്തസാക്ഷികൾക്ക് രാജ്യം ആദരമർപ്പിക്കുകയാണ്. സൈനികരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും പ്രചോദിപ്പിക്കുന്നെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. സൈനികരുടെ ത്യാഗവും സേവനവും ഇന്ത്യ ഒരിക്കലും വിസ്മരിക്കില്ലെന്ന് അഭിവാദ്യം അർപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. കൊൽക്കത്തയിലെ ഈസ്റ്റേൺ കമാൻഡ് ആർമി ആസ്ഥാനത്ത് പ്രതിരോധ ഉദ്യോഗസ്ഥർ പുഷ്പചക്രം അർപ്പിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ആയുധശേഷി, ഇന്ത്യൻ കരനാവിക വ്യോമസേനകളുടെ ശക്തി തെളിയിച്ച ഒരു യുദ്ധമാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധം. 1971 നടന്ന യുദ്ധം. ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധവും ഒപ്പം തന്നെ ഏറ്റവും വലിയ യുദ്ധവിജയങ്ങളിൽ ഒന്നുകൂടിയാണ്. 93,000-ഓളം സൈനികരെ ആണ് ഈ യുദ്ധത്തോടെ പാക് സൈനികരെ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു. ഇത്രത്തോളം വലിയ ഒരു വിജയം നേടിയ യുദ്ധത്തിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന്. പ്രധാന ചടങ്ങ് നടക്കുന്നത് കൊൽക്കത്തയിലെ കിഴക്കൻ കരസേന കമാൻഡ് ആസ്ഥാനത്ത് തന്നെയാണ്. അവിടെ യുദ്ധസ്മാരകത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എത്തി പുഷ്പചക്രം അർപ്പിച്ചു. ഈ രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഈ യുദ്ധവിജയവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ മികച്ച ബന്ധം നിലനിർത്തുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും സൈനികരും ഒപ്പം തന്നെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും എല്ലാം പങ്കെടുക്കുന്ന ചടങ്ങുകളാണ് നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത്ര നല്ല നിലയിലല്ല. അതുകൊണ്ട് തന്നെ സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ്, ബ്രിഗേഡിയർ റാങ്കിലുള്ള സൈനിക ഉദ്യോഗസ്ഥർ മാത്രമാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. രാജ്യം അഭിമാനകരമായ ഈ ദിവസം ആഘോഷിക്കുമ്പോൾ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ കൂടി ഓർക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അവർക്ക് രാഷ്ട്രപതി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരുടെ ധീരത രാജ്യം എക്കാലവും ഓർക്കുമെന്നും അവർക്ക് രാജ്യം ഇന്നും നന്ദിയോടെ അവരെ സ്മരിക്കും എന്നുമാണ് രാഷ്ട്രപതി അനുസ്മരിച്ചിരിക്കുന്നത്. ഒപ്പം പ്രതിരോധ മന്ത്രി അടക്കമുള്ള മറ്റ് നേതാക്കളും എല്ലാം തന്നെ ഈ യുദ്ധ വിജയത്തിൻ്റെ സ്മരണയ്ക്കൊപ്പം തന്നെ ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ കൂടി ഓർക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.